ഗ്ലോറി 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 ഗ്ലോറി. താവേ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ടീമിനായി സ്തോത്രം. ശുശ്രൂഷകളെ ദൈവം ആദരിക്കണം. മഹത്വം എല്ലാം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഓൺലൈൻ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഞങ്ങളുടെ വാത്സല്യ മിത്രങ്ങളെയും വളരെ ആദരവോടെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ച് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി പോകുകയാണ്. പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസ്ഥ എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. അവരോട് ഒരുമിച്ച് ചേർന്ന് കരങ്ങളൊക്കെ അടിച്ച് വളരെ ഉത്സാഹത്തോടെ പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകമായി വണങ്ങി പാടിടാമെന്നും. സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകമായി വണങ്ങി പാടിടാമെന്നും. അവൻ വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ, കോടിയോട് വാരത്തിൽ തൂക്കിയവരാ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്രൻ താരവൃന്ദത്തെ, കോടിയോട് വാരത്തിൽ തൂങ്ങിയവനാ. വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ചെങ്കട പിളർന്നു തഞ്ചനങ്ങളെ തങ്കനീലത്തൂടെ താൻ നടത്തിയേ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ചെങ്കട പിളർന്നു തഞ്ചനങ്ങളെ തങ്കനീലത്തൂടെ താൻ നടത്തിയേ. നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. കാഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെന്നിയെ കാത്തോച്ചല്ലോ. വൈരിയും കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്കും പാടിടാമല്ലോ. കാഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെന്നിയെ കാത്തോച്ചല്ലോ. വൈരിയും കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്കും പാടിടാമല്ലോ. തന്നവരല്ലോ, ദയ എന്നുമുള്ള
ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. അവൻ വിശ്വസ്തനായ ദൈവം, അവൻ നല്ല സഖി, അവൻ മാറാത്ത പിതാവ്. ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. എല്ലാവരും കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കാം. ദാവീദിനെ പോലെ നൃത്തം ചെയ്യാം. ദാവീദെ പോലെ നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടുന്ന ഹല്ലേലൂയാ മഹത്വം. ദാവീദെ പോലെ നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടുന്ന ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിൻ. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലെന്ന് ഹല്ലേലൂയാ മഹത്വം. നീ മാത്രമാരാധ്യനെന്നും കർത്താവ് ഹല്ലേലൂയാ മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലെന്ന് ഹല്ലേലൂയാ മഹത്വം. നീ മാത്രമാരാധ്യനെന്നും കർത്താവ് ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിനെ ഹല്ലേലൂയാ. ഓ സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ
Thank you, Jesus. രാവിലെ കാലം നമുക്ക് സന്തോഷിക്കുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ അരികിൽ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബലമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളുടെ നടുവിലും ക്ഷീണങ്ങളുടെ നടുവിലും രോഗത്തിൻ്റെ നടുവിലും നമ്മെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധി സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ട്? എൻ്റെ ഏത് സാഹചര്യത്തിലും എന്നെ നടത്തുന്ന ഒരു കർത്താവിൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ. ഓ റൈഖമനഗടക ശബരിയാന്തര. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന, നമ്മുടെ ക്ഷീണങ്ങളെ വഹിക്കുന്ന, നമ്മുടെ രോഗങ്ങളെ നീക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. രാവിലെ കാലം ആ നല്ല കർത്താവിന് പറയാമോ? കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. ഈ ലോകത്തിൽ എല്ലാവരും മാറിപ്പോയാലും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുകയില്ല. ചേർന്ന് പാടാമോ? സാന്നിധ്യം അനുഭവിക്കുന്നവർ
പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോകുന്ന വേളകൾ സംഭവിക്കാം. ഇനി എന്താ, എവിടേക്ക് തിരിയണം, എവിടെ പോകണം, എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നൊക്കെ ചോദിക്കുന്ന അവസരങ്ങളുണ്ട്. എന്റെ ദൈവമേ, ചെങ്കടലിന് സമാനമാണല്ലോ എന്റെ മുൻപിലെ വലിയ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന വേളകളൊക്കെ ജീവിതത്തിൽ വരാം. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അന്നും അടുത്തു വന്നവൻ ഈ കർത്താവാണ്. ചെങ്കടലിന്റെ തീരത്തു നിന്നും മോശ ഒരിക്കൽ ഇങ്ങനെ കരഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ ഇനി എന്തു ചെയ്യണം. എന്റെ പിന്നാലെ ഓടി വരുന്ന മിസ്രയീം സൈന്യമുണ്ട്. അക്കരെ കടക്കാൻ കഴിയാത്ത വിധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചെങ്കടലാണ് മുൻപിൽ. ഇനി എന്തു ചെയ്യണമെന്ന് മോശക്കറിയില്ല. ആ തീരത്തിരുന്ന് മോശ കരഞ്ഞു. മോശ കരഞ്ഞ് ദൈവത്തോട് പറയാൻ, എനിക്കറിയില്ല ദൈവമേ, ഈ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്കെന്ത് സംഭവിക്കുമെന്നറിയില്ല. പിൻപിലാടി വരുന്നൊരു സൈന്യം, മുൻപിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ചെങ്കടൽ. ഒരുപക്ഷെ ഇന്ന് രാവിലെ നിന്റെ ജീവിതം അതുപോലെയാകാം. ഒരു വശത്തേക്ക് തിരിയാൻ പറ്റില്ല, ഒരുപക്ഷെ പുറകിലേക്ക് പോകാനാവില്ല, മുൻപിലേക്ക് പോകാനുമാവില്ല. വഴി അടഞ്ഞതുപോലെ, വഴി അടഞ്ഞതുപോലെ. ഹല്ലേലൂയ. ഒരുപക്ഷെ ജീവിതം എത്തിയിട്ടുണ്ടാവാം. പക്ഷേ ചെങ്കടലിന്റെ തീരത്തിരുന്ന് കരയുന്ന മോശയുടെ അരികിൽ സ്വർഗം ഇറങ്ങി വന്നു. എന്നിട്ട് മോശയോട് പറയാം, മോശെ, നീ കരയുന്നത് എന്ത്? നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ അത് ഈ ചെങ്കടലിന് നേരെ നീട്ടുക. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വഴി കാണാൻ നമുക്ക് കഴിയാറില്ല. കണ്ണുകൾ പലതും നിരോധിച്ചിരിക്കുക. പക്ഷെ നമ്മെ പുറപ്പെടുവിക്കുന്നതിന് മുന്നമേ ഒരു ചെങ്കടലിന്റെ മുമ്പിലുണ്ടെന്ന് ദൈവത്തിനറിയാം. നിന്റെ പിന്നാലെ ഇസ്രായേൽ സൈന്യം ഓടി വരുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ഒരിക്കലും മറക്കരുത്, ആടിയിലും പാത ഒരുക്കുന്ന ദൈവമോ എന്റെ ദൈവമെന്ന് മറക്കരുത്. ഇന്ന് രാവിലെ ഈ ആലയത്തിൽ നിൽക്കുമ്പോ നമ്മുടെ ധൈര്യമത ഏത് ചെങ്കടലിനെയും തന്റെ ഭക്തന് വേണ്ടി തുറന്നു തരാൻ എന്റെ ദൈവത്തിന് കഴിയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴി അടഞ്ഞു പോയെന്ന് പറയുന്ന, വഴി അടഞ്ഞു പോയെന്ന് പറയുന്ന ഏതൊരു ജീവിതത്തിന് മേലും ഒരു പുതിയ വഴി തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ നിന്റെ ജനത്തിന് വേണ്ടി അടഞ്ഞുപോയ വഴികളൊക്കെ തുറക്കട്ടെ. മോശയെ പോലെ ചെങ്കടലിന്റെ തീരത്ത് ഓരോരോ കണ്ണീരൊഴുക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരുടെ കണ്ണീർ ഇന്ന് രാവിലെ ദൈവം തുടക്കട്ടെ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. മനസ്സ് ക്ഷീണിച്ചു പോയവരുണ്ട്, മനസ്സ് തളർന്നു പോയവരുണ്ട്, പ്രതീക്ഷ അറ്റുപോയവരുണ്ട്, വഴിയേതെന്നറിയാത്തവരുണ്ട്, എല്ലാം അടഞ്ഞു പോയെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ സ്വർഗമേ അങ്ങയുടെ ജനത്തിനായി ഈ പകലൊരു അത്ഭുതം എന്റെ ദൈവം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം അങ്ങനെ ചെയ്യട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ ചില നിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നവരല്ല. ആത്മാവിൽ ചില നിമിഷങ്ങൾ സ്തോത്രം പറയട്ട. ദൈവജനം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. അടഞ്ഞുപോയ വഴികൾ മോശയെ പോലെ കരയുന്നവർക്ക് വേണ്ടി ചെങ്കടൽ തുറക്കാൻ അധികാരമുള്ളൊരു ദൈവം ഈ പകരി ആലയത്തിൽ വന്നിട്ടുണ്ട്. Glory, 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 glory. ആര് തുറക്കാതെ ഇവിടെ മടക്കുകയും ആര് മടക്കാതെ ഇവിടെ തുറക്കുകയും ചെയ്യാൻ അധികാരമുള്ള ദാവീദിന്റെ താക്കോലുള്ളവൻ ഈ പകരവന്റെ മുഴുവനത്തോടെ ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ദൈവപ്രവർത്തികൾ അങ്ങയുടെ ജനം കാണട്ടെ. ദൈവപ്രവർത്തി അങ്ങയുടെ ജനം കാണട്ടെ. രോഗിയുടെ മേൽ ദൈവശക്തി ഇന്ന് പകരം ഇറങ്ങി വരട്ടെ.
ദൈവപ്രവൃത്തി കാണണ്ട വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് മകന് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം അങ്ങയുടെ ജനം അനുഭവിക്കട്ടെ. Glory, hallelujah, hallelujah, hallelujah. Oh, rakabasiyamdarababa, rekatoojayam, rekatoojayam, rekatoojayam. ചില കണ്ണുനീരും നിരോധനതയെ ഒപ്പിടമേ. രേഖ വിരോധമായി എഴുതിയത് ഈ പകലതയെ തിരുത്തി എഴുതണമേ. വിരോധമായി എഴുതപ്പെട്ട രേഖകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ തിരുത്തി എഴുതട്ടെ. കർത്താവ് ചില രേഖകളൊക്കെ തിരുത്തി എഴുതും. മനുഷ്യരെഴുതിയ ചില രേഖകളൊക്കെ ദൈവം ഇന്ന് ചിലർക്ക് വേണ്ടി തിരുത്തി എഴുതും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. ചില രേഖകൾ ദൈവം തിരുത്തി എഴുതും. എനിക്കറിഞ്ഞുകൂടി ആർക്ക് വേണ്ടിയാണെന്ന്. നിനക്ക് വിരോധമായി എഴുതപ്പെട്ട ചില രേഖകൾ കർത്താവ് നിനക്ക് വേണ്ടി തിരുത്തി എഴുതുകയാ. അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം ചില രേഖകൾ ദൈവജനത്തിന് വേണ്ടി ഇന്ന് രാവിലെ തിരുത്തി എഴുതുകയാ. ഈ പകലത് വിശ്വസിക്കാൻ കഴിയട്ടെ. എന്റെ ദൈവത്തിന്റെ കരഞ്ഞലിപ്പിച്ച എന്റെ ദൈവത്തിന്റെ അധികാരം എന്റെ ദൈവജനത്തിന് വേണ്ടി ഇന്ന് മകന് വെളിപ്പെടുത്തിയ ഒരു രേഖയും, ഒരു രേഖയും നിനക്ക് വിരോധമായി നിൽക്കാൻ എന്റെ ദൈവം അനുവദിക്കില്ല. കർത്താവ് ചില രേഖകളൊക്കെ തിരുത്തി എഴുതും. എനിക്കറിയാം മനസ്സ് ക്ഷീണിച്ചു പോയവരൊക്കെ ഉണ്ട്. എവിടേക്ക് തിരിയണമെന്നറിയാതെ ഒരു കൂട്ടിലടക്കപ്പെട്ടതുപോലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി വഴി തുറക്കില്ലെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് മറക്കല്ലേ. പുറപ്പെടുവിച്ചവൻ ദൈവമാണെങ്കിൽ ചെങ്കടലിന് മുമ്പിൽ ഉണ്ടെന്നും അവനറിയാം. ഇതിനകത്തും ദൈവത്തിനൊരു മഹത്വം എടുക്കാനുണ്ട്. നീ കടന്നു പോകുന്ന ഈ ജീവിതാവസ്ഥയിലും ദൈവത്തിനൊരു മഹത്വം എടുക്കാനുണ്ട്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ കാണില്ല. ദൈവാത്മാവ് അങ്ങനെ ആവർത്തിക്കാൻ പറയുക. ഇന്ന് നീ കണ്ട മിസ്രൈമിനെ ഇനി നീ കാണില്ല. ഇതിലും ദൈവത്തിന് മഹത്വം എടുക്കാനുണ്ട്. ഇന്ന് നീ ആയിരിക്കുന്ന ഈ ജീവിതത്തിന്റെ കെടുതിയിലും എന്റെ ദൈവത്തിന് മഹത്വം എടുക്കാനുണ്ട്. ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഞാനത് പ്രഖ്യാപിക്കുക. ഇതിനകത്തും എന്റെ ദൈവത്തിന് മഹത്വം എടുക്കാനുണ്ട്. ഹല്ലേലൂയ. 16-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപതിവാക്യമായി വായിക്കാം. 16-ാമത്തെ സങ്കീർത്തനം, Psalm number 16. We are going to read responsibly. അതിന്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കുകയും ചെയ്യും. 16-ാമത്തെ സങ്കീർത്തനം, 16-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രബോധങ്ങളുമുണ്ട്. നമ്മുടെ വിശുദ്ധ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അളവ് നൂലരിക്ക് മനോഹര ദേശത്ത് വീടിരിക്കുന്നു.
അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വഴികളും ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്താവേ, ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് അവിടുന്നാണ്. അങ്ങ് ഞങ്ങളുടെ ഓഹരിയായതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ പാദാന്തികം ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുസാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോർഡ്, വി ഹംബിൾ അവർ ലൈവ്സ് ബിഫോർ യു. കർത്താവിനെല്ലാം മഹത്വം ഉണ്ടാവട്ടെ. യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ദയവായിട്ട് ദൈവമക്കൾ എല്ലാവരും ദൈവസ്ഥലിൽ ഇരിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഹാരിസ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയനായി. പ്രിയപ്പെട്ടവൻ സൗഖ്യമായിട്ടിരിക്കുന്നു. ദൈവസഭ വളരെ ആത്മാർത്ഥമായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ആ കുടുംബം നന്ദിയുള്ളവരാണ്. തുടർന്നും തന്നെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രിയ ജോർജ് പി മാത്യു അങ്കിൾ, നമ്മുടെ ലീന, ലിസ, പ്രിയപ്പെട്ടവരുടെ പിതാവ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കുന്നു. വളരെ പ്രയാസമുള്ളൊരു സാഹചര്യത്തിലൂടെ ആ പിതാവ് കടന്നു പോകുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. മുടങ്ങാതെ പ്രിയ പിതാവിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ രഞ്ജി ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവനെ ഓർക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ രാജമാമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലോ. പ്രിയ സിസ്റ്റർ വത്സമ കുര്യൻ, കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി, പാപ്പച്ചായൻ്റെ വൈഫ് സിസ്റ്റർ വത്സമ കുര്യൻ, മിസൂറി സിറ്റിയിലുള്ള വത്സമ കുര്യൻ, ആ പ്രിയ അമ്മാമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പരിപൂർണമായ ആരോഗ്യവും സൗഖ്യവും എല്ലാവർക്കും നൽകേണ്ടതിന് ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് വളരെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ കുഞ്ഞുവൻചാൻ, കൊയിരാത്തെ കുഞ്ഞുവൻചാൻ ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കുന്നു. പ്രിയ പിതാവിനെ ദൈവം സഹായിക്കേണ്ടതിന്, കർത്താവ് വിടുവിക്കേണ്ടതിന് തന്നെ ഓർത്ത ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രിയ സഹോദരി സിബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബദർ പ്രിയ കുഞ്ചാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ കരം നമ്മുടെ പ്രിയപ്പെട്ടവരെ തൊടുവാൻ പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവർ രോഗികളാണല്ലോ, അവരെല്ലാം ദൈവം സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരി ബെൻസി തോമസ്, ജെറിൻ ബെൻസിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കുഞ്ഞ് ആ കുടുംബത്തിന് ദൈവം ദാനം ചെയ്യുവാനിടയായി തീർന്നല്ലോ. കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ഒരു പ്രയാസമുണ്ടായി. തന്നെ ഹോസ്പിറ്റലിൽ കടന്നു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കരുണയാൽ ദൈവം തന്നെ വിടുവിപ്പാനിടയായി. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഭവനത്തിൽ മടങ്ങി വന്നു. ആ കുടുംബത്തെ ഓർത്ത്, കുഞ്ഞിനെയൊക്കെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോയ്ക്കൊടി പാസ്റ്ററുടെ സഹോദരിയും തൻ്റെ സഹോദരൻ്റെ വൈഫും ലോകത്തോട് വിട പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെടുവാനിടയായി. 2-3 ദിവസം മുമ്പ് തൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. ഇന്നലെ തൻ്റെ സഹോദരി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രിയ പിതാവ്, പ്രിയ ബ്രദർ ചാക്കോ ജോർജ്, നമ്മുടെ ജിബിയുടെ മെറിൻ്റെയൊക്കെ പിതാവ് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. ചില നാളുകളായി കർത്താവിൻ്റെ ദാസൻ ശാരീരികമായ വിഷമതയിലൂടെ കടന്നു പോകുകയായിരുന്നല്ലോ. ദൈവസഭ തന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ സമയത്ത് തന്നെ ദൈവം തൻ്റെ സന്നിധിയിൽ ചേർക്കുവാനിടയായി. ഇന്നും നാളെയും ഒക്കെയായി നടക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കും. നമ്മുടെ മധ്യത്തിൽ പലവിധ ശാരീരിക വിഷമതയിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളുണ്ട്, റീഹാബിലായിരിക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലായിരിക്കുന്നവരവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായി എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ്, നമ്മുടെ പ്രിയ സണ്ണിച്ചാൻ, കർത്താവിന് വെച്ചാൽ നാളെ ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു. തനിക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഒരു ആത്മിക ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടതിനാണ് താൻ യാത്ര ചെയ്യുന്നത്. ദയവായിട്ട് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഒരു ആത്മിക ശുശ്രൂഷയ്ക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുവാൻ കർത്താവ് തന്നെ സഹായിക്കണം. ദൈവസഭയായിട്ട് തനിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, തന്നെ പ്രാർത്ഥിച്ച് അയക്കണം. അതുകൊണ്ട് നാം ഒരുമിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഈ രാജ്യത്തെ സഹായിക്കട്ടെ. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പീഡിപ്പിക്കപ്പെടുന്ന ദൈവമക്കളെ ഓർക്കണം. ഒരുപാട് വേദനയിലും ഒരുപാട് കഷ്ടത്തിലുമായിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്, ദൈവവ്രതന്മാരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കണം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും കർത്താവിന് സന്നിധിയിൽ അടച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണല്ലോ. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും
ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദപീഠത്തോട് അടുത്തു വരുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് വീണ്ടും ഓർക്കുന്നു. ദൈവം പലർക്കും കൊടുത്തിട്ടുള്ള വിടുതലിനായി സ്തോത്രം. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പലര് ശരീരത്തിൽ ബലഹീനരായി ഭാരപ്പെടുന്നല്ലോ. ദൈവം അവരോടെല്ലാം മനസ്സലിയണമേ, ദൈവം അവരെയെല്ലാം വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ കരം ബലമുള്ള കരമായതുകൊണ്ട് സ്തോത്രം. കരയുന്നവൻ്റെ കണ്ണീര് കാണുന്നവൻ അവിടുന്നാണ്. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ മക്കളോട് ദൈവം മനസ്സലിയണമേ. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം അങ്ങയുടെ മക്കളെ തൊടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവം ആശ്വാസം കൊടുക്കണം, ദിവ്യമായ സമാധാനം കൊടുക്കണം. സങ്കടത്തിൽ കഴിഞ്ഞുകൂടുന്നവരെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഈ രാവിലെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ദൈവം അനുഗ്രഹിക്കണമേ. ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളോടൊക്കെ ദൈവം കരുണ കാണിക്കണമേ. കഷ്ടതയിലും ഞെരുക്കത്തിലും വേദനയിലുമായിരിക്കുന്ന എല്ലാവർക്കായും ഞങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. അങ്ങയുടെ ജനത്തോട് മനസ്സലിയണമേ. കർത്താവേ, ഞങ്ങൾ ദൈവസഭയായി ഒരുമിച്ച് ഇന്ന് രാവിലെ അങ്ങയുടെ വിലയേറിയ ദാസൻ പാസ്റ്റർ തോമസ് വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വസ്തരെന്ന് കണ്ട കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് അങ്ങയുടെ ബത്തിലെ ദൈവം വേർതിരിപ്പാനിടയായി ഇന്ന് രാവിലെ ദൈവസഭയായി അങ്ങയുടെ ബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മഹനീയ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ കർത്താവിന്റെ ദാസൻ വരേണ്ടത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് അങ്ങനെയുള്ള ക്രമീകരണങ്ങളും സ്വർഗത്തിലെ ദൈവം ചെയ്തല്ലോ. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന് അങ്ങയുടെ ദാസൻ നാളെ രാവിലെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നു. സഭയോ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അധികാരം, യഹോവയുടെ കൃപ, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പോകുന്നിടത്ത് വഴിയുടെ കുറവ് തീർക്കാൻ അങ്ങയുടെ ദാസനോട് കൂടെ ഇരിക്കണമേ. അധികാരത്തിന്റെ ശുശ്രൂഷ അങ്ങയുടെ ബുദ്ധിനെ ദൈവം ഏൽപ്പിക്കണമേ. ആത്മാക്കളുടെ വിടുതൽ അവിടുത്തെ ദാസന്റെ ശുശ്രൂഷയിലൂടെ സംഭവിപ്പാൻ ഇടയാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രക്തം കൊണ്ട് പൊതിയണമേ, ദൈവകൃപയുടെ മറവിൽ കാക്കണമേ, തിരുമഹത്വത്തിന് കാരണമാക്കി അങ്ങയുടെ ദാസനെ ദൈവം ഉപയോഗിക്കണമേ. വേല വിശാലമാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ മഹത്വം മുഴുവനും ഞങ്ങളുടെ കർത്താവ് എടുക്കണം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ ദാസനെ പ്രാർത്ഥിച്ച് സഭയോ ഞങ്ങൾ അനുഗ്രഹിച്ച് ദൈവകരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസന്റെ മേൽ അവിടുത്തെ കൃപ ദൈവം പകരുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാം മഹത്വവും ഞങ്ങളുടെ കർത്താവിന് തരുന്നു. സമ്പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. വളരെ വേഗത്തിൽ അതിഥികളെ കൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ടൊറന്റോ കാനഡയിൽ നിന്ന് നമ്മുടെ പ്രിയ ശാന്തിമാമയുടെ കസിൻ നമ്മുടെ ഒരുമിച്ച് ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. ബ്രദർ എബി ആൻഡ് സൂസി പേര് വിളിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണമേ. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നതിന് ശേഷം ദൈവസഭ വന്ദനം ചെയ്തിട്ട് ദയവായി നിങ്ങളുടെ സ്ഥാനത്ത് ഇരിക്കാവൂ എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പേര് വിളിക്കുന്നത് ദയവായി ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കണമേ. ബ്രദർ എബി ആൻഡ് സൂസി കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രിയ ശാന്തിമാമയുടെ കസിനാണ്. മാത്യു മത്തായി ഫ്രം ഡാലസ് നമ്മുടെ പ്രിയ സഹോദരൻ ജിബിയുടെ റിലേഷനിലാണ് ഇന്ന് ഈ ആരാധനയിൽ അവർ പങ്കെടുക്കുന്നത്. ബ്രദർ മാത്യു മത്തായി, പാസ്റ്റർ റെജിമോൻ ആൻഡ് സിസ്റ്റർ ഹണി ജേക്കബ് ഫ്രം കുവൈറ്റ്. പ്രിയ ജിബിയുടെ അങ്കിൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയ ജോർജാൻ്റെ ഇളയ സഹോദരനാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജിമോൻ. കുടുംബമായി നമ്മോട് ഒരുമിച്ചുണ്ട്. ഞങ്ങൾ കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ ഒരുമിച്ച് പഠിക്കുവാൻ എൻ്റെ സീനിയറായി ദൈവത്തിൻ്റെ ദാസൻ പഠിച്ചു. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ ആയിരിക്കാൻ കർത്താവ് അവസരം ഒരുക്കി തന്നെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ഗ്രേസ് സാമുവേൽ ആൻഡ് ജോയൽ സാമുവേൽ ഫ്രം UK, ജിബിയുടെ ആൻറ്റിയും കുടുംബമാണ്. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ പ്രിയ ജോർജാൻ്റെ ഇളയ സഹോദരിയാണ് സിസ്റ്റർ ഗ്രേസ് സാമുവേൽ. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ മാത്യു ആൻഡ് സൂസമ്മ സാമുവേൽ ഫ്രം ഡാലസ്, പ്രിയ ജോർജാൻ്റെ സഹോദരിയും കുടുംബവുമാണ് ഫ്രം ഡാലസ്.
സൂസി ആൻഡ് ബോബി ഫ്രം ന്യൂയോർക്ക്. നമ്മുടെ പ്രിയ ജിജി മാത്യുവിൻ്റെ, പ്രിയ സഹോദരൻ ജിജി മാത്യുവിൻ്റെ കസിനാണ്. കുടുംബമായി നമ്മുടെ ഒരുമിച്ച് ഇന്നത്തെ ഈ ആരാധനയിലുണ്ട്. നമ്മുടെ പ്രിയ സഹോദരൻ എബി ആൻഡ് ബെറ്റ്സി, അവരുടെ മാതാവ് നമ്മുടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവളാണ്. ചില മാസങ്ങളായി താൻ ഇന്ത്യയിലായിരുന്നു, മടങ്ങി വരുവാനിടയായി. ഇന്ന് നമ്മുടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനുണ്ട്. അതുപോലെ തന്നെ ജിബിയോള ബന്ധത്തിൽ ന്യൂയോർക്കിൽ നിന്ന് ഒരു ഫാമിലി കൂടെയുണ്ട്, കുരുവിള ആൻഡ് സിസ്റ്റർ സൂസി. ആ പ്രിയപ്പെട്ടവരും ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. PC ഗബ്രൻ ഹ്യൂസ്റ്റൺ ഈ ആരാധനയിലേക്ക് വളരെ ആദരവോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി അറിയിക്കുക. ദയവായി സ്ഥാനങ്ങളിൽ ഇരുന്നാട്ടെ. എപ്പോഴും ഈ പട്ടണത്തിൽ വരുമോ അപ്പോഴല്ല ഞങ്ങളോട് കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ വാക്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യമാണ് ഈ ആഴ്ചത്തെ വാക്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വാക്യം കാണാതെ പഠിക്കാൻ ദൈവമക്കൾ ഉത്സാഹിക്കണം. ധാരാളം ആളുകൾ അതിനെ മുതിരുന്നുണ്ട്. നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനം ഹൃദിസ്ഥമാക്കുവാൻ ലഭിക്കുന്ന ഈ അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവം അതിനായും നമ്മെ സഹായിക്കട്ടെ. തിടുക്കത്തോടെയാണ് ഇന്നത്തെ ശുശ്രൂഷകളുമായി മുൻപോട്ട് പോകുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ ഒടുവിലായിട്ട് നടക്കേണ്ടതുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ഒരു ദൈവവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കണം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ വലിയൊരു ആഗ്രഹം, ഇൻക്രീസ് അവർ ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ഞാനിന്ന് രാവിലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വാക്യത്തിൻ്റെ എക്സ്പോസിഷൻ അല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി 2-3 ചിന്തകൾ വളരെ ഹ്രസ്വമായ ഭാഷയിൽ പങ്കുവെച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലുടനീളം കാണുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. മറ്റൊന്നുമല്ല, പ്രിൻസിപ്പിളിനെ ഇങ്ങനെ വിളിക്കാം, ദ ലോ ഓഫ് എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയുടെ ഒരു പ്രമാണം. കർത്താവിൻ്റെ വചനം മുഴുവൻ വായിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ പ്രമാണം നമ്മൾ കാണുന്നു. എന്താ പ്രതീക്ഷയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ? പ്രതീക്ഷയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ്. അതിലുള്ള വിശ്വാസമാണ്. ഏത് തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കി, മനുഷ്യൻ പാപം ചെയ്തു, തോട്ടത്തിൽ ദൈവം അവരെ പുറത്താക്കുന്നു. പുറത്താക്കുന്നതിന് മുൻപ് ദൈവം അവരോട് പറഞ്ഞു, ദൈവം അവർക്ക് വേണ്ടി ഒരു വ്യക്തിയെ അയക്കും, ഒരാൾ സർപ്പത്തിന്റെ തല തകർക്കും. എത്രയോ നൂറ്റാണ്ടുകൾ കാത്തിരുന്നു. We have been expecting, നമ്മൾ പ്രതീക്ഷിക്കുക, ദൈവം ഒരുവനെ അയക്കും, സർപ്പത്തിന് തല തകർക്കും, മനുഷ്യന് വീണ്ടെടുപ്പുണ്ടാകും. കാലങ്ങൾ, തലമുറകളെല്ലാം ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അബ്രഹാമിന്റെ കാലഘട്ടം വരുമ്പോൾ അബ്രഹാമും പ്രതീക്ഷിക്കുക, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കും. കാലം കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും തലമുറ മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. വിശ്വാസത്തിൽ ഒരു ഭക്തൻ കാത്തിരിക്കുക. ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ എടുക്കണം. നീണ്ട 430 പരം വർഷങ്ങൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ പാർക്കുക. അവരെ സംബന്ധിച്ച് 4 തലമുറകൾ കഴിയുന്നു. മടക്ക യാത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. പക്ഷെ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഞങ്ങൾക്ക് പിതാക്കന്മാരുടെ വാഗ്ദത്തം, ദൈവം അവകാശം തന്നിരിക്കുന്ന ഭൂമിയിലേക്കൊരു മടക്ക യാത്രയുണ്ടെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. അവരെ കാത്തിരിക്കുന്നത് ഒരു മടക്ക യാത്രയ്ക്ക് വേണ്ടിയാണ്. പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം ശ്രദ്ധിക്കണം. മടങ്ങി വരവുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കറിഞ്ഞുകൂടാ. പക്ഷെ പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, 70 സംവത്സരം തിരിയുമ്പോൾ നിങ്ങളുടെ സന്തതികൾ ഈ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. അപ്പൊ പ്രതീക്ഷയാണ് ഇവരുടെ ഒക്കെ ഹൃദയത്തിലുള്ളത്. There is a law
ഓഫ് എക്സ്പെക്ടേഷൻ ത്രൂ ഔട്ട് ദ സ്ക്രിപ്ചർ. അതാണ് തിരുവചനത്തിന്റെ ഏറ്റവും മഹനീയമായ വിശദീകരണം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്നറിയാമോ? ഇവിടുത്തെ സമ്പത്തോ ഇവിടുത്തെ സ്ഥാനമാനങ്ങളോ ഇവിടുത്തെ ആഭരണങ്ങളോ ആടയാടുകളോ ഒന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയര ഉയർത്തെഴുന്നേൽക്കും, വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശയെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാവിലെ മറക്കരുത്. നമ്മുടെ പ്രത്യാശ അതാണ് നമ്മുടെ നങ്കൂരം എന്ന് പറയുന്നത്. യേശു മടങ്ങി വരും. അതല്ലേ സത്യത്തിൽ നമ്മുടെ പ്രത്യാശ. ഇവിടുത്തെ കഷ്ടങ്ങൾ മാറും, ഇവിടുത്തെ സങ്കടം തീരും, ഇവിടുത്തെ ഉപദ്രവം അവസാനിക്കും, ഇവിടുത്തെ മരണം മാറും, ഇവിടുത്തെ വിലാപഗീതം തീരും. നമ്മുടെ നിത്യ വീട്ടിലേക്ക് നമ്മൾ ചേരും. യേശുവിന്റെ അരികിൽ നമ്മൾ എത്തും. നമ്മുടെ പ്രിയന്റെ പൊന്മുഖം നമ്മൾ കാണും. ദൂത സഞ്ജയത്തോട് ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കും. അത്ര വലിയ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ അകത്തു തരാൻ ഈ തിരുവചനത്തിന് കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. അതാണ് നമ്മയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ there is a law of expectation in the Bible. ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസം കൂടാതെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. വിശ്വാസമില്ലാതെ ഇബ്രാഹിം ലേഖനം മനോഹരമായ ഒരു വിശദീകരണമാണ് പറയുന്നത്. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കാര്യത്തിന് ദൈവം പരിഹാരം തരും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കണ്ണീര് ദൈവം തുടയ്ക്കും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ തല കുനിഞ്ഞു പോയത് എൻ്റെ ദൈവം ഉയർത്തും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എൻ്റെ അപമാനത്തെ മാനമാക്കി മാറ്റും. എൻ്റെ നിന്ദയെ ദൈവം അകറ്റും. ഈ പകരം നമ്മുടെ അകത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതാ. ഈ വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. സോ വി പ്ലീസ് ഗോഡ് വിത്ത് അവർ ഫെയ്ത്ത്. ഞാൻ വളരെ വേഗം ഈ വിഷയത്തിലേക്ക് വരേണ്ടതിന് ഒന്ന് രണ്ട് പശ്ചാത്തലം ഒന്ന് ഒരുക്കിയിട്ട് ഞാൻ ഈ വിഷയത്തിന്റെ 3 ഭാഗങ്ങളിലേക്ക് വരാം. റോമാലേഖനം 14-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ് 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് 13 വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാം പാപമാകുന്നു. സോ എന്തെല്ലാം ഉണ്ടെങ്കിലും വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാം പാപമാണ്. ഒരു വലിയ വിശദീകരണമാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. ഞാൻ അതിന്റെ പശ്ചാത്തല വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാം പാപമാകുന്നു. അപ്പോൾ ഒരു ഭക്തരെ സംബന്ധിച്ച് ജീവിതയാത്രയിലെ ഏറ്റവും വലിയ നങ്കൂരം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയാത്തതെല്ലാം പാപമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. 17-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസൻ ലൂക്കോസ് ഒരു മനോഹരമായ പ്രസ്താവന, യേശുക്രിസ്തുവിന്റെ പ്രസ്താവന ഇവിടെ പങ്കുവെക്കുകയാണ്. ലോർഡ് ഇൻക്രീസ് അവർ ഫെയ്ത്ത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. യേശുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് കർത്താവിനോട് കൂടെ പോകാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. മത്സ്യം പിടിച്ചുകൊണ്ട് നടന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞു. യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾ അവർ കണ്ടു. അവരെ കണ്ടതെല്ലാം കർത്താവിന്റെ വിശ്വാസത്തിന്റെ പ്രവർത്തികളാണ്. അതിന്റെ തെളിവുകളാണ് അവർ കണ്ടത്. കുരുടനെ കാണുമാറാക്കുന്നു, മുടന്തനെ നടക്കുമാറാക്കുന്നു, പക്ഷപാത രോഗിയെ കിടക്കിയെടുത്ത് വീട്ടിലേക്ക് വിടുന്നു, മരിച്ചവരെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് ശിഷ്യവൃന്ദം കാണുകയാണ്. അവർക്കൊരു ചോദ്യം, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം. പലപ്പോഴും അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളതൊന്നും അവരെ കണ്ടിട്ടില്ല. അതിമനോഹരമായ ദൈവാലയമുണ്ട്. ആ മനോഹരമായ ദൈവാലയത്തിൽ മനോഹരമായ ആടയാഭരണങ്ങൾ ധരിച്ച അതിശ്രേഷ്ഠരായ മഹാപുരോഹിതന്മാരുണ്ട്, വലിയ ശാസ്ത്രിമാരുണ്ട്, വലിയ പരീശന്മാരുണ്ട്, കഴിവുറ്റ ഒരുപാട് ആളുകൾ അവിടെ ഇടയിലുണ്ട്. പക്ഷേ ആത്മീക ജീവിതത്തിൽ അധപതനം സംഭവിച്ച വലിയ നിരാശകൾ കഴിഞ്ഞുകൊടുന്ന ഒരു വലിയ ജനസഹസ്രം ഈ രാജ്യത്തിലുണ്ട്
ഉണ്ടെന്ന് നല്ലതുപോലെ അവർക്കറിയാം. ഇവരാരും ഇന്നുവരെ കണ്ടിട്ടില്ല യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ. കർത്താവിന്റെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ യേശുവിനോട് തന്റെ ശിഷ്യന്മാർ പറയുക, യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയല്ലേ ഇന്ന് നമ്മുടെയൊക്കെ അകത്തുണ്ടാവേണ്ടത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിന്റെ വീര്യം കുറഞ്ഞുപോയി എന്നത് സത്യമാണ്. ഈ ലോകത്തിന്റെ ഒരുപാട് സാങ്കേതിക വിദ്യയുടെ പിന്നാലെ നിങ്ങളും ഞാനുമൊക്കെ ഓടുമ്പോൾ വിശ്വാസം കുറഞ്ഞു പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ കണ്ണടച്ച് വിശ്വസിച്ച പലതും ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ പലതും ഇന്ന് വിശ്വസിക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നില്ല. ഒരിക്കൽ അസാധ്യമെന്ന് പറഞ്ഞത് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ അടിമുടി വിശ്വസിച്ചത് ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എവിടെയൊക്കെയോ കുറഞ്ഞു പോയോ? എവിടെയൊക്കെയോ വിശ്വാസം കുറഞ്ഞു പോയോ? വിശ്വാസത്തിന്റെ വീര്യം എവിടെയൊക്കെയോ കുറഞ്ഞു പോയോ? ഇന്ന് രാവിലെ ദൈവാത്മാവിന് നമ്മോട് പറയാൻ ഒരു ദൂതുണ്ട്. വിശ്വാസമാണ് നമ്മുടെ നങ്കൂരം എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു മടക്കയാത്ര ആവശ്യമാണ്. കാരണം പേര് വിശ്വാസികളെന്ന ഒരു മടക്കയാത്ര ആവശ്യമാണ്. ഞാൻ എൻ്റെ ആശയത്തിലേക്ക് വരാൻ ശ്രമിക്കുക. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നു, വിശ്വാസം കൂടാതെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാം പാപമാകുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. The testing of your faith develops perseverance so that you may be mature and complete എന്ന ദൈവദാസനായ യാക്കോബ് അങ്ങനെയാ പറയുന്നത്. യാക്കോബ് വളരെ മനോഹരമായ ഒരു വിശദീകരണം പരിശോധനയെ കുറിച്ച് പറയുക. നിങ്ങളുടെ നാനാവിധമായ പരിശോധനയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. ഒരുപാട് പരിശോധനകളുണ്ട്, ഒരുപാട് വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ട്. തിരുവെടുത്ത് പറയുന്നു, യാക്കോബ് പറയുന്നു, നിങ്ങളത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. ഇതൊരു മസിൽ ബിൽഡിംഗ് പോലെയാ. എക്സസൈസിന് ജിംനേഷ്യത്തിൽ പോയാൽ ഒരു മസിൽ ബിൽഡിങ്ങിന് നമ്മൾ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് തന്നെയാ കർത്താവ് നമ്മുടെ പേര് ചെയ്യുന്നത്. നാനാവിധമായ പരിശോധനയിലൂടെ നമ്മെ കർത്താവ് കടത്തിവിടുമ്പോൾ നമ്മുടെ മസിൽ, വിശ്വാസത്തിന്റെ മസിൽ കർത്താവ് ഇങ്ങനെ പണിതെടുത്തോണ്ടിരിക്കുക. ഈ സ്ട്രെച്ചിങ് അവൻ നമ്മെ പണിതുകൊണ്ടിരിക്കുമ്പോ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നമ്മുടെ വിശ്വാസം വളരണം. യേശുവിന്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയും ആഗ്രഹവും അതാ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് നിങ്ങളുടെ പരിശോധനയിൽ സന്തോഷിപ്പീൻ എന്ന് യാക്കോബ് പറഞ്ഞു. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 17-18 വാക്യം കൂടെ വായിക്കണം. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 17-18 വാക്യങ്ങൾ. മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിന്, അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും. നിങ്ങളെ പദം ശ്രദ്ധിക്കണം. അവനെ രാവിലെ തോറും സന്ദർശിച്ച് അവനെ പരീക്ഷിക്കേണ്ടതിനും. നിങ്ങൾ ശ്രദ്ധിക്കണം വാക്യം. യോബ് ചോദിക്കുകയാണ്, ദൈവമേ ഈ മനുഷ്യനെ ഇങ്ങനെ സന്ദർശിക്കാം. രാവിലെ തോറും സന്ദർശിച്ച്, എല്ലാ രാവിലെയും സന്ദർശിക്കുക. എല്ലാ രാവിലെ തോറും സന്ദർശിക്കാൻ ഈ മനുഷ്യൻ എന്തുള്ളൂ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനിത് മറക്കരുത്. രാവിലെ തോറും ദൈവം നമ്മെ സന്ദർശിക്കുന്നു, അവൻ നമ്മെ പരീക്ഷിക്കുന്നു. ദൈവം തന്റെ ഭക്തന്മാരെ പരീക്ഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞേ. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ല. ദൈവം പരീക്ഷിക്കുന്നു, അത് രാവിലെ തോറും പരീക്ഷിക്കുക, ഒരു വ്യത്യാസവും ഇല്ല. ഒരു ഭക്തനെ ദൈവം പരീക്ഷിക്കുന്നു. എന്തിനാ ദൈവം പരീക്ഷിക്കുന്നത്? എങ്ങനെയാ ദൈവം പരീക്ഷിക്കുന്നത്? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടത് ഒരാശയം മാത്രമേ നമുക്ക് പറയാൻ ഇന്ന് രാവിലെ സമയമുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശോധന, ദൈവം തരുന്ന പരീക്ഷ, വിശ്വാസത്തിന്റെ പരിശോധന. എങ്ങനെ ഇതിനോട് പ്രതികരിക്കേണ്ടത്? ദൈവത്തിന്റെ പരിശോധനയുടെ ഒന്നാമത്തെ മാധ്യമം, God tests us, our faith through difficulties. ബുദ്ധിമുട്ടിലൂടെ, പരിശോധനകളിൽ
കഷ്ടതയിലൂടെ ദൈവം നമ്മെ പരീക്ഷിക്കുന്നു, പരിശോധിക്കുന്നു. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അടുത്ത വാക്യം, അഴിഞ്ഞു പോകുന്നതും തീ ശോധന കഴിക്കുന്നതുമായ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അങ്ങനെ ഇടവരും. പത്രോസ് എഴുതി വരികയാ. ഒരുപാട് പീഡനത്തിനും ഉപദ്രവത്തിലൂടെ പോകുന്ന ദൈവമക്കളാ. അവരോട് പറയുകയാണ്, നിങ്ങളുടെ പരിശോധന അതൊരിക്കൽ ദൈവം മാനമാക്കി മാറ്റും, ദൈവം ഒന്ന് നന്മയാക്കി മാറ്റും. ശരിയാണ്, ഇന്ന് വേദനയുണ്ട്, കഷ്ടതയുണ്ട്, ഇന്ന് സങ്കടമുണ്ട്, രോഗമുണ്ട്, എല്ലാം ശരിയാ. പക്ഷെ ഒരു ദിവസമുണ്ട് അന്ന് കർത്താവ് ഇതിനെയെല്ലാം മാനമാക്കി മാറ്റും, സന്തോഷമാക്കി മാറ്റും. അതുകൊണ്ട് ഈ പരിശോധനയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണമെന്ന് പത്രോസ് തന്നെ ശ്രോതാക്കളോട് പറയുന്നു. പിടിച്ചു നിൽക്കണം. ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ലോകത്തിലെ ഈ കച്ചതകളൊക്കെ ദൈവം അനുവദിക്കുന്നതാണ്. ഇവിടെ രോഗം വരാറുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ അനുഭവിക്കുമ്പോഴുള്ള ചോദ്യം ഇതാ, എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നു? രോഗം വരുന്നു, അത് ദൈവം അനുവദിക്കുന്നതാണോ? മരണം സംഭവിക്കുന്നു, അത് ദൈവം അനുവദിക്കുന്നതാണോ? ആക്സിഡന്റ് സംഭവിക്കുന്നു, അത് ദൈവം അനുവദിക്കുന്നതാണോ? ഒരു ദൈവഭക്തി ഇതൊക്കെ സംഭവിക്കുമോ? ഇതൊക്കെ സംഭവിക്കാൻ ദൈവം അനുവദിക്കുമോ? ഒരു കാര്യം ഓർക്കണം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ദൈവം. പക്ഷെ ഓർക്കണം, ഇവിടെ ഇതൊരു ബ്രോക്കൺ വേൾഡ് അല്ലേ? ഇവിടെ രോഗമുണ്ടാ, ഇവിടെ കഷ്ടമുണ്ടാ. ദിസ് ഈസ് എ ബ്രോക്കൺ വേൾഡ്. ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ടാ, ഇവിടെ അനർത്ഥങ്ങളുണ്ടാ, ഇവിടെ അപകടങ്ങളുണ്ടാ. ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ ഒരു ദൈവഭക്തന്റെ ധൈര്യം എന്നറിയാമോ? എന്റെ ദൈവം അനുവദിക്കാതെ എന്റെ മേലൊന്നും വരില്ലെന്നുള്ളതാ. രോഗം വരാം, കഷ്ടം വരാം, ആക്സിഡന്റ് വരാം, മരണം സംഭവിക്കാം. പക്ഷേ it is filtering through the permission of God. ദൈവത്തിന്റെ ഒരു ഫിൽറ്റർ ഇതിനകത്തുണ്ടെന്ന്. അതുകൊണ്ടാ തിരുവെഴുത്ത് പറയുന്നത്, അവന്റെ തലയിലെ മുടി നിലത്ത് വീണമെങ്കിൽ ദൈവം അനുവദിക്കണമെന്ന്. ശരിയാ, ഇതൊക്കെ സംഭവിക്കാം. ക്യാൻസർ വരാം, ഡയാലിസിസ് സംഭവിക്കാം, കിഡ്നി പ്രോബ്ലം സംഭവിക്കാം, ഒരുപക്ഷെ ഡയബറ്റിക്സ് ഉണ്ടാവാം, പ്രഷർ ഉണ്ടാവാം, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഈ ലോകത്തിന്റെ ബ്രോക്കൺ വേൾഡിന്റെ ഒരു ഭാഗമാകുമ്പോൾ തന്നെ ഒരു ഭക്തന്റെ ധൈര്യം, എന്റെ ദൈവം അനുവദിക്കാതെ എന്റെ തലയിലെ ഒരു മുടി പോലും നിലത്തു വീഴാൻ എന്റെ ദൈവം അനുവദിക്കില്ല. അതൊരു ഉറപ്പാ നമ്മുടെ അകത്ത്, അതൊരു വിശ്വാസ. എൻ്റെ ദൈവം എൻ്റെ സമീപത്തുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഇല്ല, ഒന്നും യാതൊന്നും എൻ്റെ ദൈവം അറിയാതെ വരില്ല. എൻ്റെ തലയിലെ മുടി നിലത്ത് വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കണം. എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരെ എനിക്ക് വേണ്ടി കൽപ്പിച്ചാക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ എനിക്കുണ്ട്. ഒരുപക്ഷെ മരുന്നെടുക്കേണ്ടി വന്നേക്കാം, പക്ഷെ സൗഖ്യം തരുന്നവൻ എൻ്റെ ദൈവമാണ്. ഒരുപക്ഷെ അപകടം സംഭവിച്ചേക്കാം, പക്ഷെ എന്റെ മേൽ ഒരു പോറല് വരാതെ എന്നെ കാക്കുന്നവൻ എന്റെ ദൈവമോ. അവൻ അറിയാതെ എനിക്കൊന്നും വരില്ല. സ്തോത്രം. ഞാൻ വളരെ വേഗം മുന്നോട്ട് വരികയാണ്. അപ്പം വി ആർ ലിവിങ് ഇൻ എ ബ്രോക്കൺ വേൾഡ്. ഈ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മിലേക്ക് വരാൻ ശ്രമിച്ചാലും, ഒരുപാട് തിരമാലകൾ പോലെ ഇതൊക്കെ നമ്മുടെ മേൽ വരാൻ ശ്രമിച്ചാലും ദൈവം അനുവദിക്കാതെ ഇതൊന്നും സംഭവിക്കില്ല. വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. ഇയ്യോബിനെ കുറിച്ച് വാതുകെട്ടി യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന പിശാച് ഒരുപാട് ആർഗ്യുമെന്റ് ഒക്കെ നടത്തിയെങ്കിലും ഈ പിശാച് കണ്ട എന്നാന്നറിയാമോ? അവന് ചുറ്റും വേലി കെട്ടി കാക്കുന്ന ദൈവത്തിന്റെ കാവലിനെയാ. ഇന്ന് പകൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ, വാഹനം ഓടിക്കുമ്പോ, ഭവനത്തിൽ പാർക്കുമ്പോ, നീ പോകുന്ന വഴിയിൽ നിന്റെ കുറവ് തീർക്കാൻ ദൂത സഞ്ചയത്തെ കാവൽ നിർത്തുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് രാവിലെ മറക്കല്ലേ. അവൻ വേലി
കെട്ടി അവന്റെ ഭക്തന്മാരെ കാക്കുന്ന ദൈവ. ഹല്ലേലൂയ. അപ്പോ ഇതൊക്കെ ശരിയാ. ഇനി മറുവശം കൂടെ പറയണം. ദൈവത്തിന് സ്തോത്രം. ചില സമയത്ത് ദൈവ കസ്റ്റം മെയ്ഡ് പ്രോബ്ലംസ് ഉണ്ടാക്കും നമ്മെ രക്ഷിക്കാൻ, നമ്മെ സഹായിക്കാൻ, ദൈവ പദ്ധതിയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ചില കസ്റ്റം മെയ്ഡ് പ്രോബ്ലംസ് ദൈവം തരും. അതിനെ ഒന്ന് വിശദീകരിക്കട്ടെ. യോന എന്ന് പറയുന്ന ദൈവഭക്തൻ, തനിക്കൊരു ദൂത് ലഭിച്ചു. നിനവയിൽ പോയി പ്രസംഗിക്കണം. നിനവയിൽ പോവാൻ തനിക്ക് മനസ്സില്ല. കാരണം ജാതീയ സമൂഹമാണ്. ജാതിക രക്ഷിക്കപ്പെടണമെന്നുള്ളത് യഹൂദന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദൂത് നിനവയിലേക്ക് ചെന്ന്, യോനെ നീ പ്രസംഗിക്കണം. യോന പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് തർശീശിലേക്ക് ടിക്കറ്റ് എടുത്തു. പോകുന്ന വഴിക്കൊരു വലിയ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റിന്റെ ഒടുവിൽ ഇവിടെ യോന കപ്പലിൽ നിന്ന് എറിയപ്പെട്ട ഈ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അവിടം വരെ യോനയുടെ ഒരു ചരിത്രം നമ്മൾ അങ്ങനെയൊക്കെ വായിക്കുക. പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ദൈവം യോനയ്ക്ക് വേണ്ടി മാത്രമായൊരു പ്രോബ്ലം ഉണ്ടാക്കി. കടലിൽ വീണ യോനയ്ക്ക് നീന്തി രക്ഷപ്പെടാം, ഒരുപക്ഷെ നീന്തി രക്ഷപ്പെടാം. പക്ഷെ മീൻ വിഴുങ്ങിയാൽ എന്നാ ചെയ്യും? അകത്ത് കിടക്കാനല്ലേ പറ്റുള്ളൂ. യോന മത്സ്യത്തിന്റെ അകത്താ. ഇത് ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ പ്ലാൻ അല്ലേ? ദൈവം തനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യത്തെ വിശദീകരിക്കാൻ യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ചെല്ലണം. നമ്മൾ വായിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. യോന ഈ മത്സ്യത്തിന് അകത്ത് കിടക്കുമ്പോ യോന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന 1-2 പ്രാർത്ഥനകളുണ്ട്. അതിന് ഒരു വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 2-ാം അധ്യായത്തിലാ. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. അകത്ത് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ യോന ഇരുളേതാ വെളിച്ചമേതാന്ന് അറിയാതെ കിടക്കുക. തലമുടെ പറയുന്നൊരു പദമുണ്ട്, കടൽ പുല്ലരിക്ക് തലപ്പാവായിരുന്നു. ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു വഴിയാ. പറയുമ്പോ പറയാം, യോനെ ഇത് നിന്നെ രക്ഷിക്കാനോ. സത്യത്തിൽ ഈ യോനെ ദൈവത്തോടൊരു എൻകൗണ്ടർ ഉണ്ടാവാൻ വേണ്ടി ദൈവം അവന് വേണ്ടി ഒരുക്കിയ ഒരു വഴിയല്ലേ. അവൻ അതിനകത്ത് കടന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തെ ഞാൻ ഓർത്തു, എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക. ചില സമയങ്ങൾ ഈ ദൈവം ഒരുക്കുന്ന ചില കസ്റ്റം മെയ്ഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അവിടെ മുട്ടുമടക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം, അവന്റെ പദ്ധതി നിവർത്തിക്കേണ്ടതിന് അതിനകത്തും ദൈവമഹത്വം വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ ഇന്ന് രാവിലെ നിങ്ങളും ഞാനും ഒക്കെ ഒരു കസ്റ്റം മെയ്ഡ് പ്രോബ്ലത്തിനകത്താകാം. ദൈവം നിനക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു പ്രശ്നത്തിനകത്തായിരിക്കാം. പക്ഷെ നിങ്ങൾ അറിയണം, അതിനകത്ത് ഒടുങ്ങി പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അവൻ പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമായതുകൊണ്ടാ. ഒരുപക്ഷെ ഒതുങ്ങി പോകുന്നൊക്കെ ആളുകൾ പറയാം, ദൈവമാവനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് പറയാ. ഇതിനകത്ത് ഒതുങ്ങി പോകുന്നൊക്കെ ആളുകൾ പറയുന്നേ. ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കുന്നൊക്കെ ആളുകൾ പറയുന്നേ. ഇത് നിന്റെ അവസാനമാണെന്ന് ആളുകൾ പറയുന്നേ. ഇങ്ങനെ ഒരുപാട് പേർക്ക് വന്നിട്ട് അവർ നശിച്ചു പോയി എന്നൊക്കെ ആളുകൾ പറയുന്നേ. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാവിലെ ഈ ദൂത് കൈമാറാൻ പറയുക, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു കസ്റ്റം മെയ്ഡ് പ്രോബ്ലത്തിൽ നീ ഒടുങ്ങി പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അത് അവന്റെ വാഗ്ദത്തം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ദൂത ഏറ്റെടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലതിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ, ചിലരെ പുറത്തു കൊണ്ടുവരാൻ. നീ ഒതുക്കി പോകുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒതുക്കി ഇടാൻ ആരൊക്കെ ശ്രമിച്ചാലും ദൈവം പറയുന്നു ഇല്ല, നീ അതിനകത്ത് ഒതുക്കി പോവില്ല. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവൻ നമ്മെ പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കണമല്ലോ. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 10-ാമത്തെ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുക. യെശയ്യാ പ്രവചനം 48:10.
നീ എന്നെ, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളിയെ പോലെ അല്ല താനും. യെശയ്യാവ് 48:10 വായിച്ചോ ആൻറ്റി? ആൻറ്റി വായിക്കുന്നത് കറക്റ്റാ? വായിച്ചോ? ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ല താനും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത്. ഇവിടെ 2-3 പദമൊക്കെ ശ്രദ്ധിക്കണം. ആരാ ഊതിക്കഴിച്ചേ? ഞാൻ. യഹോവയുടെ വാക്ക, ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിന് കസ്റ്റമൈഡാന്ന് പറഞ്ഞേ. ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു കൈയുണ്ടെന്നേ. ദൈവം ഊതിക്കഴിച്ചേ. ഞാൻ നിന്നെ, അടുത്ത പദം കൂടെ ശ്രദ്ധിക്കണം, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ഊതിക്കഴിച്ചത്. ഇവിടെ പുറകിൽ ദൈവത്തിന്റെ ഒരു കൈയുണ്ടെന്നാ പറഞ്ഞേ. ഒരു തട്ടാൻ ഒരു ചൂളയിൽ തന്റെ ഉരുപ്പടിയിട്ട് ശോധന ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ കൈ നമ്മുടെ പിൻപിൽ വെച്ച ഒരു കഷ്ടതയുടെ തീച്ചുളയിലൂടെ ദൈവം നമ്മെ ഊതിക്കഴിക്കുന്ന ഒരു സന്ദർഭമായിരിക്കാം. പലർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആളുകൾ നോക്കി കാണുമ്പോൾ നമ്മെ ഓർത്ത് വിലപിക്കുന്നുണ്ടാവാം, സങ്കടം പറയുന്നുണ്ടാവാം, അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ വിധി പറയുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് രാവിലെ കൃപ ലഭിച്ച ദൈവമക്കൾ പറയണം, യഹോവ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഊതിക്കഴിക്കുക, ഞാൻ നിന്നെ കഷ്ടതയുടെ തീച്ചുളയിലേക്ക് പറഞ്ഞു വിട്ടതാ. പക്ഷെ ഇവിടെ കിടന്ന്, ഈ തീച്ചുളയിൽ കിടന്ന് നീ അവസാനിക്കില്ല. ഇവിടെ നിന്ന് നീ പുറത്തു വരും. വെള്ളിയെ പോലെ നിന്റെ ദൈവം പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിന്റെ ഉറപ്പേറിയ വാഗ്ദത്ത. ഈ രാവിലെ അതാ നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ഡിഫിക്കൽറ്റിയിലൂടെ ദൈവം നമ്മെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? വിശ്വാസം വർദ്ധിക്കണം. ഞാൻ ഒരാശയത്തിലെ ഇന്ന് നിൽക്കാൻ നമുക്ക് സമയം കിട്ടിയുള്ളൂ. അടുത്ത ആഴ്ച ബാക്കി 2 കൂടെ പറഞ്ഞോളാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റുമോ? രോഗം വന്നു, കഷ്ടം വന്നു. ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ നമ്മൾ ഇതിനെ നോക്കി വിലപിക്കുകയല്ല. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം അറിയാതെ ഒന്നും വന്നിട്ടില്ല. അവൻ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ അറിയാതെ ഒരു വഴിയും അടഞ്ഞിട്ടില്ല. അവൻ അറിയാതെ ഒരു വാതിലും അടഞ്ഞിട്ടില്ല. അവൻ അറിയാതെ ഒരു സങ്കടം വന്നിട്ടില്ല. അവൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു രോമം പോലും നിലത്തു വീണിട്ടില്ല. അവൻ അറിയാതെ ഒന്നും വന്നിട്ടില്ല. അവൻ അറിയാതെ ഒന്നും വരികയുമില്ല. എന്റെ ദൈവത്തിന് എന്നെ നല്ലതുപോലെ അറിയാം. ഇന്ന് രാവിലെ എത്ര ദൈവമക്കൾ അതിന് ധൈര്യപ്പെടും? എൻ്റെ കഷ്ടതയുടെ തീച്ചുളയിൽ, എൻ്റെ ശോധനയുടെ വേളയിൽ, എൻ്റെ വേദനയുടെ മധ്യത്തിൽ, എൻ്റെ സങ്കടത്തിൻ്റെ നെടുവീർപ്പിൻ്റെ ഒക്കെ മധ്യത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ള എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ അറിയാതെ ഒന്നും വന്നിട്ടില്ല. ഇതിനകത്തും ദൈവത്തിന് ഒരു പരിഹാരമുണ്ട്. നമ്മുടെ കണ്ണൊന്നടയ്ക്കാമോ? ഒരുപക്ഷെ ഇന്ന് നിലവിളിക്കുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന ഒരു മനസ്സായിരിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ടാവാം. പക്ഷെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസം വർദ്ധിപ്പിക്കണം. കർത്താവേ, നീ പരിശോധന തന്നാൽ, നിലച്ചിരിക്കാത്തത് സംഭവിച്ചാൽ, പരിശോധന തരുന്നത് നീയാണെങ്കിൽ എനിക്കങ്ങ് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. എൻ്റെ ഡോക്ടറേക്കാൾ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എൻ്റെ രാജ്യത്തേക്കാൾ എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ ആളുകളെക്കാൾ എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ഭദ്രമാണെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രാർത്ഥനയതാ, ഇൻക്രീസ് അവർ ഫെയ്ത്ത് ഓഫ് ഫാദർ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വേദനയിലാണ്, പലരും കഷ്ടതയുടെ തീച്ചുളയിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം കർത്താവ് വർദ്ധിപ്പിച്ചു തരണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പാ, ദൈവമറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നും വരുന്നില്ല. നീ പെർമിറ്റ് ചെയ്യണമല്ലോ കർത്താവേ. അവിടുത്തെ ആ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. Therefore we bless you, Lord.
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഉറപ്പോടെ അങ്ങയുടെ പിന്നാലെ യാത്ര ചെയ്യാൻ കൃപ തരണമേ. മഹത്വം അങ്ങെടുക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ മേശയെ ശുശ്രൂഷിപ്പാൻ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടെ മുൻപോട്ട് കടന്നു വരണമേ. ദൈവസ്ഥലി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആയിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒരു വേദഭാഗം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറേ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശി തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് യേശുവിനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോട് കൂടെ ക്രൂശിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ച് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഒന്നോർക്കുവാൻ കഴിയുമോ? മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗോന്നതികളെ വെടിഞ്ഞ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവകുമാരൻ കാൽവറി നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. അവിടുത്തെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി തൻ്റെ തലയിൽ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞവര് വെച്ച് ആഞ്ഞടിച്ച് അവൻ്റെ തലയോട്ടി പോലും പിളർന്നു പോകുമാറ് നമ്മുടെ കർത്താവിനെ ഉപദ്രവിച്ചു. അവൻ്റെ പുറമുഴുവിചാലുകൾ പോലെ കീറി നമ്മുടെ കർത്താവ് ഭാരമേറിയ മരക്കുരിശു വഹിച്ചു. ഗോൽഗോഥായിലേക്ക് യേശു വീണും എഴുന്നേറ്റും നടന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ, ത്യാഗം, നമ്മുടെ കർത്താവിൻ്റെ പങ്കപ്പാടുകളെല്ലാം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ ദൈവസന്നിധിക്ക് താഴ്മയോടെ കടന്നു വന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണം, എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളപ്പാ, എന്നെ ഇങ്ങനെ സ്നേഹിപ്പാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട് കർത്താവേ, ഈ ദൈവ കുടുംബത്തിലേക്ക് വരാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ ലോകമാകുന്ന സാഗരത്തിൽ ജീവിക്കുമ്പോൾ സംഭവിച്ചു പോകാമാകുന്ന എല്ലാ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലും കർത്താവേ അവിടുത്തെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമെന്ന് പ്രാർത്ഥിക്കാമോ? തൻ്റെ രക്തം കൊണ്ട് കർത്താവ് നമ്മെ ഒന്ന് കഴുകട്ടെ. ഈ മേശ നമുക്ക് അനുഗ്രഹമാകട്ടെ. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു യോഗ്യതയുള്ളത് കൊണ്ടൊന്നും അല്ല കർത്താവേ, അവിടുത്തെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നത് അവിടുത്തെ മഹാസ്നേഹം. നാം തകർക്കപ്പെടുന്ന സ്ഥാനത്ത് യേശു തകർക്കപ്പെട്ടു. നാം ശിക്ഷിക്കപ്പെടുന്ന സ്ഥാനത്ത് യേശു ശിക്ഷിക്കപ്പെട്ടു. നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് രാവിലെ വലിയ യോഗ്യതയുള്ളവരായി ഈ കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ അത് ദൈവം തന്ന യോഗ്യതയാണെന്ന് മറക്കല്ലേ. നമുക്ക് ഈ അപ്പത്തിനും വീഞ്ഞിനുമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ വന്ന് അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ ഒരു പ്രാവശ്യം കൂടി അവസരം ഒരുക്കി തന്നല്ലോ. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടി അവിടുത്തെ ശരീരത്തിന് ഓർമ്മയ്ക്കായി അപ്പത്തെയും ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ തിരുരക്തത്തിന് ഓർമ്മയ്ക്കായി ഈ പാനപാത്രത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവയെ ഞങ്ങൾക്ക് ശുദ്ധീകരിച്ച് തരണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. വിശ്വാസത്തോടെ ഞങ്ങൾ തിരികെ പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം 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 ചൊല്ലി നുറുക്കി തന്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു.
ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഇതിന്ന് ഭക്ഷിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, തൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നിങ്ങൾ ഇതൊന്ന് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞു. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. Thank you, Jesus. കാൽവരി മലമേൽ നോക്കുമീ, കാൽവരി മലമേൽ നോക്കുമീ, കാൽവരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽവരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേലും നീന കേട്ട നിന്നുള്ളിൽ നീ, കള്ളമേലും നീന കേട്ട നിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു. കള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, കള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്ന ഈ പ്രീ പാക്കിൽ ബ്രെഡും വീഞ്ഞും ഉണ്ടെന്ന് കൺഫേം ചെയ്യണം. ചിലതിനകത്ത് മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. നിങ്ങൾക്കത് രണ്ടും ലഭ്യമായിട്ടില്ലെങ്കിൽ ദയവായി കൈ ഉയർത്തിയാൽ വീണ്ടും അത് സപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം ഓർപ്പിക്കും. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടു. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ അപ്പം സ്തോത്രം പറഞ്ഞ് നമുക്കൊരുമിച്ച് ഭക്ഷിക്കാമല്ലോ. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം മതിയാകാതെ വന്നു. പിതാവായ ദൈവം തന്റെ ഓമനകുമാരനെ കാൽവറിയിൽ തകർത്തു. അവിടുത്തെ അവസാനത്തുള്ളി രക്തവും
നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ ഒഴുക്കി. അവിടുത്തെ പുണ്യാഹ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പാനപാത്രത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പാനം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദിയോട് തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈ മേശ നമുക്ക് അനുഗ്രഹമാക്കി തരുവാനിടയായല്ലോ. നമ്മുടെ ഹൃദയം നിറഞ്ഞ് നന്ദി കൊണ്ട് നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? ഈ വലിയ പന്തിഭോജനത്തിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യം ദൈവം തന്നതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ട്. പ്രിയമുള്ളവരെ, ഈ മേശമേലപ്പം വീഞ്ഞുക ശേഷിക്കുന്നു. അത് നമ്മോട് വിളിച്ചറിയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ് ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ മടങ്ങി വരും. നമ്മുടെ പ്രത്യാശ അതാണ്, കർത്താവ് മടങ്ങി വരും. യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൽ ഒരുങ്ങിക്കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്ര കഴിക്കണം. കാഹളം ധ്വനിക്കുമ്പോൾ നാം ആരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും നിത്യതയിലെത്തണം. എല്ലാവരും ദൈവസന്നിധിയിൽ എത്തണം. കർത്താവിൻ്റെ സന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥനയും സമർപ്പണവും ഉള്ളവരായി നമ്മുടെ ജീവിതം കഴിപ്പാനിടയാകട്ടെ. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവർ ഇനിയും ഈ കർത്താവിനെ അറിയാനുണ്ട്. അനേകർ കർത്താവിനെ കൽപ്പന അനുസരിപ്പാനുണ്ട്. പിന്മാറ്റക്കാരായ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അവിടുത്തെ സാക്ഷിയാക്കി എന്നെ ഉപയോഗിക്കണം. കർത്താവിൻ്റെ വചനത്തിനെ സാക്ഷിയാക്കി എന്നെ നിർത്തണം. കർത്താവിൻ്റെ വചനം അറിയാത്തവരോട് വചനം പറയാൻ എന്നെ ഉപയോഗിക്കണം. വ്യക്തിപരമായും കുടുംബമായും ദൈവസഭയായും കർത്താവിന് വേണ്ടി സമർപ്പിച്ച് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ മാത്യു സ്റ്റീഫൻ അങ്കിൾ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ കഥാവിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലത്തിനായിട്ട് ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യപിതാക്കന്മാർ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അപ്പം നിൽക്കുവാൻ കൂടി വന്നെന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ പൽക്കാലം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ, അപ്പം നുറുക്കുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ ക്ഷേമമായി കാത്തുപരിപാലിച്ചു. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു കർത്താവെ, അല്ലെങ്കിൽ അങ്ങേ ആരാധിപ്പാനും അതുപെടുത്തുവാനും തിരുമേനി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലന്മാർ കർത്താവെ സ്തോത്രം അതേ കർത്താവിനോട് ചോദിച്ച പോലെ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നാനാവിധ പരീക്ഷകൾ കൂടി കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അത് ഞങ്ങളുടെ കർത്താവെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നെന്ന് കർത്താവെ ഉള്ള കർത്താവെ ഹല്ലേലൂയ തന്നെ ഞങ്ങൾ സന്തോഷിപ്പാൻ തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച കാലം ജീവിപ്പാൻ ആവശ്യമുള്ള കൃപണമേ കർത്താവെ. സൂക്ഷിപ്പാൻ ദാസനെ കർത്താവിന് സഹായിച്ചു സ്തോത്രം ചെയ്ത് കർത്താവെ പൂർവാദ്യം ബലപ്പെടുത്തണമേ. അവിടെ നിങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എഫെസ്യ ലേഖനത്തിൽ ചില വാക്യങ്ങൾ വായിക്കുന്ന 1-ാം അധ്യായത്തിൽ നിന്ന്, സ്വർഗത്തിലെ സകലയാത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ ദത്തെടുക്കുകയും തിരുഹിതത്തിന് പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. നമ്മെല്ലാവരും ഒരുമിച്ച് കർത്താവിന് എഴുന്നേറ്റ് നിൽക്കുകയും പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ സ്തോത്ര വഴിപാടുകൾ സ്വീകരിക്കും. നമ്മുടെ കർത്താവിനെ നമുക്കൊരുമിച്ച് മഹത്വപ്പെടുത്താം. കൃപയില്ലത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി നല്ല ഫലങ്ങൾ നൽകുവാൻ വൻകൃപ ചൊരിഞ്ഞു നൽകി സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ
സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും സിംഹത്തിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിനാഗ്രഹം നൽകി ആദരത്തിൽ യാചന കേട്ടു. കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾതോറും ഭാരം ചുമന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിന് സ്തുതി ഉയർത്തും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കുകയാണ്. നമ്മുടെ പ്രിയ സാബുച്ചാനും ഷേബമാമയ്ക്കും അവരുടെ മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ കർത്താവ് ദാനം ചെയ്യുവാനിടയായി. ആ കുഞ്ഞിനെ, ആ കുടുംബത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകലിൽ ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കി തന്നല്ലോ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. അങ്ങയെ പാടി ആരാധിപ്പാൻ കൃപ തന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കർത്താവെ, ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചറിവിൻ്റെ മറവ് ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കണമേ. കർത്താവിൻ്റെ ജനത്തെ ദൈവം ആശീർവദിക്കണമേ. ഈ ആഴ്ച മുഴുവനും ജീവോത്സവമായി ജീവിപ്പാൻ അങ്ങയുടെ മക്കൾക്ക് ദൈവം കൃപ കൊടുക്കണമേ. തിരുരക്തത്തിൻ്റെ മറവിൽ അവരെ പൊതിയണമേ. ദൂതസഞ്ചി അവർക്ക് ചുറ്റും കാവലായിട്ടിരിക്കണമേ. വാഹനം ഓടിക്കുന്നവരെ ദൈവം സൂക്ഷിക്കണമേ. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കി കാക്കണം. ഭവനത്തിലായിരിക്കുന്നവരെ കൃപ കൊണ്ട് പൊതിയണമേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിഥികളായി വന്നവരെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് ഞങ്ങളുടെ മക്കൾ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾക്കായി നന്ദി. കർത്താവിൻ്റെ ജനത്തിൻ്റെ വരുമാന മാർഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചു കൊടുക്കണമേ. ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വഴികൾ ഒരുക്കി കൊടുത്ത് മാനിക്കണം. ഞങ്ങളെല്ലാം മഹത്വം ഞങ്ങളുടെ കർത്താവിന് തരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കൂടെ ദൈവസ്ഥലൊന്നിരിക്കണമേ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഒരു പൈതലിൻ്റെ ഡെഡിക്കേഷൻ നടത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയ ബെൻസൺ ആൻഡ് അറൂഷ ദൈവർക്ക് ദാനം ചെയ്ത ആൺകുഞ്ഞിനെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിച്ച് അവർ ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ട്. ദയവായിട്ട് ആ കുടുംബം മുന്നോട്ട് കടന്നു വരണമേ. ബെൻസൺ ആൻഡ് അറൂഷ പേരൻസും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പേരൻസ് ആൻഡ് ബ്രദർ പ്ലീസ് ജോയിൻ. സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് വിശദമായി കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷൻ ശുശ്രൂഷയെക്കുറിച്ചൊന്നും വേദഭാഗങ്ങൾ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള പരിമിതി നമുക്കുള്ളത് കൊണ്ട് ഈ കുഞ്ഞിനെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. ഈ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളം മാത്രമേ ആയിട്ടുള്ളൂ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആ പ്രിയപ്പെട്ടവർക്ക് ദൈവം ദാനം ചെയ്ത പൈതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവർക്ക് കൊടുത്ത ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കളെ ദൈവം സഹായിക്കേണ്ടതിന് മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്ന ഈ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എപ്പോഴും ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഓണർ ഈസ് ദി ഓൾമൈറ്റി ഗോഡ്.
സർവശക്തനായ ദൈവമാണ് ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ. നിങ്ങളെ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ഒരു കാര്യസ്ഥൻ എന്ന നിലയിൽ ദൈവം ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉത്തരവാദിത്വം ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുകയും കർത്താവിൻ്റെ നാമത്തിന് അവൻ മഹത്വമായി തീരേണ്ടതിന് അവനെ ട്രെയിൻ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വവുമാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. Therefore you have to conduct your life accordingly. നിങ്ങളുടെ ജീവിതത്തെ ഈ കുഞ്ഞിനൊരു മാതൃകയായി തീരേണ്ടതിന് വളരെ ക്രമീകരിക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ടെന്ന് മറക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തെ ഈ കുഞ്ഞ് പിൻപറ്റണമെങ്കിൽ നിങ്ങൾ മാതൃകയോടെ ജീവിക്കണം. നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവത്തെ ഈ കുഞ്ഞ് ആരാധിക്കണമെങ്കിൽ നിങ്ങൾ മാതൃകയോടെ ജീവിക്കണം. അതുകൊണ്ട് ഈ കുഞ്ഞിന് മുമ്പിൽ മാതൃകയുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ മാതാക്കൾ, പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ കർത്താവ് കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ആ വാക്യം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതലുള്ള വേദഭാഗമാണ്. അത് വായിച്ചിട്ട് നമ്മൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി എല്ലാ ദൈവമക്കളും നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ദൈവസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ സഭയുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ദൈവസഭ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊക്കെ ഈ കുഞ്ഞിന് പേര് നീട്ടി ദൈവസന്നിധിയിൽ വളരെ ആത്മാർത്ഥമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകണം. അവർ ദൈവം ആദരിക്കണം. അവർ ദൈവത്തിന് പ്രയോജനപ്പെടണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം ഈ കുഞ്ഞിനെ മേൽ ദൈവം വെക്കട്ടെ. കോവിഡ് ദൃഷ്ടി എല്ലായ്പ്പോഴും ഈ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകട്ടെ. അവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. പ്രൈസ് യു ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബെൻസനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരി അറൂഷയ്ക്കായി സ്തോത്രം. അവരുടെ പേരൻസിനായി നന്ദി പറയുന്നു. അവരുടെ സഹോദരനായി നന്ദി പറയുന്നു. കർത്താവേ, പ്രിയപ്പെട്ടവർക്ക് ദൈവം ദാനം ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ഞങ്ങളുടെ കൈകളിലെടുത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ സമർപ്പിച്ച് സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതിനും ഇങ്ങനെയൊരു ദൈവം അവസരം ഒരുക്കി തന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ പ്രഗ്നൻസി പീരീഡിലെല്ലാം ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യവും ദൈവത്തിൻ്റെ പരിപാലനവും ദൈവം നൽകി. ഒരനർത്ഥം വരാതെ ദൈവം സൂക്ഷിച്ചു. ഒരപകടവും സംഭവിക്കാതെ ദൈവം കാത്തു. കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ അവിടുന്ന് മറച്ചല്ലോ. ദൈവത്തിന് എല്ലാ വിശ്വസ്തതകൾക്കായും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളെ യഹോവ നൽകുന്ന ദാനമാണ്. ഉദരബലം അങ്ങയുടെ പ്രതിഫലമാണ്. അതുകൊണ്ട് കർത്താവേ, അവിടുത്തെ ദാനത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ദൈവസഭയായി ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കുഞ്ഞിൻ്റെ ബാലപീഡകളൊന്നും വരാതെ അവൻ്റെ മേൽ ദൈവത്തിന് ദൃഷ്ടിയല്ല ഇപ്പോഴും ഇരിക്കണമേ. ഒരനർത്ഥമോ ഒരപകടമോ ഒരു ഭാരമോ ഒരു പ്രയാസമോ വരാതെ ദൈവം ഈ കുഞ്ഞിനെ പരിപാലിക്കണമേ. കർത്താവേ, അവിടുത്തെ ദൃഷ്ടിയല്ല ഇപ്പോഴും ഈ പൈതലിന്റെ മേൽ ഇരിക്കണം. കർത്താവിൻ്റെ രക്തം കൊണ്ട് അവനെ പൊതിയണമേ. അവൻ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരണം. അവൻ ദൈവത്തിൻ്റെ സഭയ്ക്ക് അനുഗ്രഹമാകണം. ദൈവരാജ്യത്തിന് അനുഗ്രഹമാകണം. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെല്ലാം അതുപോലെ നിവർത്തിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൃഷ്ടി അവന്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം. തിരുരക്തം കൊണ്ട് അവനെ പൊതിയുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. കർത്താവേ, അവൻ നഥനയേൽ എന്ന്
വിളിക്കപ്പെടുമല്ലോ. അവന്റെ പേര് പോലെ തന്നെ അവനൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വാത്സല്യ മാതാപിതാക്കൾക്കായി നന്ദി. ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ദൈവം അവരുടെ മേൽ പകരണമേ. ബെൻസനായി സ്തോത്രം, അറുഷയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, കുഞ്ഞിന് നല്ല മാതൃകയായി ജീവിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ. ഗ്രാൻഡ് പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞവർക്ക് അനുഗ്രഹമാകുന്നത് പോലെ അവരും ഈ പൈതലിന് അനുഗ്രഹമാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മഹത്വം മുഴുവനും ഞങ്ങളുടെ കർത്താവ് എടുക്കണമേ. ഞങ്ങളുടെ വരവ് താമസിച്ചാൽ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നിവർത്തിക്കപ്പെടുന്നത് കണ്ട് അവൻ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. സകല മഹത്വവും ഞങ്ങളുടെ കർത്താവിന് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഈ പൈതൽ നഥനയേൽ ബെൻസൺ എന്ന് വിളിക്കപ്പെടും. ഈ കുഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപയിലും പത്യോപദേശത്തിലും ബാലശിക്ഷയിലും അവരെ വളർത്തിയെടുക്കുക. ഗാഡ് ബ്ലസ് യു. ഗാഡ് ബി വിത്ത് യു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും നമ്മെല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1-2 അനൗൺസ്മെന്റ്സ് വളരെ വേഗത്തിൽ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മുമ്പിൽ പല കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എനിക്കറിയാം, കർത്തദാസന്മാരൊക്കെ സാധാരണ ഇരിക്കേണ്ട കസേരകളാണ്. ദൈവദാസന്മാർ പലരും ഇവിടെയുണ്ട്. നിങ്ങൾ ദയവായി മുമ്പിലോട്ടൊന്ന് വന്നിരിക്കണേ. സൈഡിലൊന്നും പോയിരിക്കാതെ നിങ്ങൾ ഈ മുമ്പിലൊന്ന് വന്നിരുന്നാൽ ശുശ്രൂഷിക്കുന്നവർക്ക് അതൊരു സന്തോഷമാണ്.